നമസ്കാരം. നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ജീവിക്കണമെങ്കിൽ ഇപ്പം വലിയ ചിലവാണ്. കാരണം എണ്ണയ്ക്കും തേങ്ങയ്ക്കും ഒക്കെ ഭയങ്കര വിലയാണ്. ഇതൊന്നും പറയാൻ ആരും ഇവിടെ ഇല്ല. കാരണം ഭയങ്കര വില കയറിയിരിക്കുന്നത്. വിലയെന്ന് പറഞ്ഞാൽ ഒരു കറിയുടെ ഐറ്റത്തിന് വേണമെങ്കിൽ കുറഞ്ഞത് 1000 രൂപ ഇല്ലാതെ കറിയുടെ ഐറ്റം നമുക്ക് മേടിക്കാറില്ല കടകളിൽ പോയി. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ കോടീശ്വരന്മാർക്ക് നമ്മൾ കൊണ്ടുവന്ന് ക്യാഷ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോകുമ്പോൾ വലിയ വലിയ നടന്മാർ കോടികൾ ആസ്തിയുള്ള മോഹൻലാലിനെ പോലുള്ള ആൾക്കാർ, പൃഥ്വിരാജിനെ പോലുള്ള ആൾക്കാർ, ഇങ്ങനെയൊക്കെ വലിയ സിനിമാ താരങ്ങളുണ്ട്. ഇവരെയൊക്കെ സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മൾ പോയി സമയവും കളഞ്ഞ് നമ്മുടെ ക്യാഷ് കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ട്. ഈ പറയുന്ന ലാലേട്ടൻ എനിക്ക് 1 രൂപ തരൂ, പൃഥ്വിരാജ് എനിക്ക് 1 രൂപ തരൂ. അവരാരെങ്കിലും ഒന്ന് കാണണമെങ്കിൽ നാട്ടുകാരന് അടി കൊള്ളേണ്ടി വരും. ചിലപ്പോൾ അവരുമായിട്ടൊരു സെൽഫി എടുക്കണമെങ്കിൽ അവർക്കുണ്ടേ അവർക്കും കൊള്ളാം. എമ്പുരാനൊന്നും ഞാൻ പോയി കണ്ടില്ല. പണ്ട് കാലങ്ങളിൽ ഞാൻ സിനിമ കാണുമായിരുന്നു. അത് സിനിമയായിരുന്നു. കാരണം അന്ന് നമുക്ക് കാണാനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നു. ഇന്ന് വലിയ വിലയായിപ്പോയി. മലയാളികളുടെ ഒന്നും കായില്ല. എല്ലാം അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്ത് കാശ് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ മയക്കുമരുന്നും കള്ളും കഞ്ചാവും വിൽക്കുന്ന കാശേ ഉള്ളൂ. ഇപ്പം അതാണ് ബിസിനസ് കേരളത്തിൽ ഉള്ള ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക്. കാരണം എന്ന് പറഞ്ഞാൽ വേറെ മാർഗ്ഗമില്ല, തൊഴിലുണ്ടെങ്കിൽ പോലും മലയാളികൾക്ക് കൊടുക്കത്തില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി ഒന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ പോച്ച എത്തണമെങ്കിലും പണ്ട് കാലങ്ങളിൽ ഓണം വന്നാൽ, ക്രിസ്മസ് വന്നാൽ 10,000 രൂപ കിട്ടും അടുത്തുള്ള മലയാളികൾക്ക്. ഇപ്പം മമ്മട്ടി എടുക്കുന്നൊരു ചരിത്രം പോലും ഇല്ലാത്ത ഒരു കണ്ടീഷനാണ്. മമ്മട്ടി എടുത്ത് കൃഷി ചെയ്യുന്ന ഒരു പരിപാടികളേ ഇല്ല ഇവിടെ. ഇപ്പോൾ കൃഷികളും തകർന്നുകൊണ്ടിരിക്കുക. ഒരു സൈഡിൽ കൂടെ മണ്ണുകളെല്ലാം വിഷമായിക്കൊണ്ടിരിക്കുകയാണ്, കുടിവെള്ളം വിഷമായിക്കൊണ്ടിരിക്കുകയാണ്, മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞുകൊണ്ട് ഒഴുകുന്നു. അപ്പോൾ നമ്മൾ വലിയ വലിയ നടന്മാരുടെ അപ്പോൾ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞൊഴുകുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ട് പരിസ്ഥിതിയുടെ ഭാഗമായി പ്രകൃതിയെ നമ്മൾ അവിടെ വിഷം എടുത്തൊഴിക്കുകയാണ്. നമ്മളെ കൈ കൊണ്ട് തന്നെ ഈ പ്രകൃതിയുടെ തലയ്ക്ക് മുകളിൽ വിഷം ഒഴിച്ചു കൊടുക്കണം. ആ വിഷങ്ങളായി നമ്മളെ ലോകം മൊത്തവും കുടിവെള്ളം പോലും നല്ല കുടിവെള്ളമില്ലാതെയും മാലിന്യങ്ങളുടെ പുറത്തിടന്ന് ഉറങ്ങുന്ന കണ്ടീഷനാണ് നമ്മളെ കേരളം. അങ്ങനെ വരുന്ന കാലത്ത് കോടീശ്വരന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരേ സിനിമ വിടും. അവിടെ പോയി ക്യൂ നിന്ന് അച്ഛൻ മരിച്ചാൽ പോലെ അല്പം, അല്ലെങ്കിൽ മറ്റേ ബന്ധുക്കൾ മരിച്ചാൽ, സമൂഹത്തിൽ ആൾ മരിച്ചാൽ അല്പം പോയി ക്യൂയിക്കാനോ അല്ല അവിടെ ഒത്തിരി നേരം നിൽക്കാൻ ചെറുപ്പക്കാരില്ല. ഉടനെ തന്നെ ഒരു സിനിമ വന്നപ്പം എല്ലാവരും വാരിക്കുറിച്ച് ഈ പത്രമാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഞാൻ പോലും ഒരു വീഡിയോ ഇടുന്നത് അതവരുടെ സമയം അവരുടെ ചാനൽ ഓടുന്നതിന് വേണ്ടി മാത്രമാണ്. മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ വാർത്ത കണ്ടുകൊണ്ട് എമ്പുരാൻ ഇറങ്ങി, മറിച്ചതിറങ്ങി, പുലിമുരുകൻ ഇറങ്ങി, സ്മാടിയ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് കാച്ചി കൊടുക്കും ജനങ്ങൾ. കുറച്ച് എണ്ണം പറയും ഏറ്റവും മികച്ച സിനിമയാണ്, ലക്ഷങ്ങൾ പിരിഞ്ഞ്. ഇതൊക്കെ അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ. നമ്മളെപ്പോലെ സാധാരണക്കാരൻ ഇനി മനസ്സിലാക്കണം, 1 രൂപ നിങ്ങളുണ്ടെങ്കിൽ 2 നിങ്ങളെ പോക്കറ്റിലുണ്ട്, നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും, നിങ്ങളുണ്ടാകുന്ന മക്കൾക്ക്, കുടുംബത്തിന് എല്ലാം. കാരണം ഇന്ന് നടന്മാരെല്ലാം നല്ല കാര്യങ്ങൾ, കണ്ണിൽ ചോരയില്ലാത്ത നടന്മാരാണ്, നല്ല കാര്യങ്ങൾ പോലും ചെയ്യാത്ത. ഇപ്പോൾ ചാളമേരിയെ തന്നെ അറിയാം, ബോബി ചെമ്മണ്ണൂരാണ് സഹായിച്ചത് ഇല്ലേ. അങ്ങനെ നടന്മാർക്ക് പോലും കണ്ണിൽ ചോരയില്ലാത്തമാരാണ്. 10 പൈസ കൊടുത്ത് നല്ല രീതി. മമ്മൂട്ടി ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്, എനിക്കറിയാം. പല മമ്മൂട്ടിയെ പണ്ട് മുതലേ സഹായിക്കുന്നതാണ്. ഇച്ചിരിയാണെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നൊരു വ്യക്തിയാണ്, മനസ്സറിഞ്ഞ്. അങ്ങനെയൊക്കെ ഉണ്ട് ഒരു കാര്യങ്ങൾ. അതേപോലെ പല നടന്മാരും വരണം എന്ന് പറയുന്നതല്ല. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ ഞാൻ സിനിമ കാണത്തില്ല. കാരണം എമ്പുരാൻ ഞാൻ ഇതുവരെ കണ്ടില്ല. കാണാൻ സാമ്പത്തികം ഉണ്ട്, അല്ലെങ്കിൽ കാണുന്ന ഉണ്ടല്ല. ഇപ്പോഴത്തെ എല്ലാ അന്തരീക്ഷവും ഇപ്പോഴത്തെ നമ്മുടെ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ കുടുംബം, ഞാൻ കാണുമ്പോൾ എല്ലാ കുടുംബത്തെ കാണും. 10,000-2000 രൂപ സിനിമയ്ക്ക് പോകും. ആ സിനിമ ഉണ്ടെങ്കിലേ ഇവിടെ വില കൂടിയ സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ വില കൂടി. ആ വില കൂടി സാധനത്തിൻ്റെ കൂട്ടത്തിൽ ഇതിറക്കിവിടാം. കാരണം സിനിമ കണ്ടങ്ങ് പോയി പോക്കറ്റിൽ കാശ്, അവരെ പോക്കറ്റിൽ കാശുമായി, നമ്മളെല്ലാം മണ്ടന്മാരുമായി. വെറുതെ ജോലിയില്ലേ? ഇതൊക്കെ കണ്ട് മലയാളികൾ സിനിമ എൻ്റെ കൊച്ചൊരു ചേച്ചി പറഞ്ഞത്, ഒരു സിനിമ കാണുമ്പോൾ നല്ലൊരു സന്ദേശവും കൂടെ കൊടുക്കണം. കാരണം ഇവിടെ ലഹരി മുങ്ങുന്ന കേരളവും മമ്മൂട്ടി പറഞ്ഞ കണക്ക് ചേറ് പറ്റാത്ത കൈകളായി മാറുകയാണ്. നമ്മളെ കൈകളും കാലുകളും ചേറി മുങ്ങിയെങ്കിൽ നമുക്ക് നല്ല ആഹാരം കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ നല്ല വിഷങ്ങളൊക്കെ മേടിച്ച് കഴിക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ ആ കാലാവസ്ഥയിൽ നമ്മൾ നാട് പോകുമ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമുക്ക് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പല സിനിമകളും ഇറങ്ങും. നമ്മളുള്ള പോയി വിഷമായി അല്ലെങ്കിൽ ചള്ളായി ചീഞ്ഞ സിനിമകളെ കാണാൻ പോകുമ്പോൾ നമുക്ക് പണി വരും. കാശും പോയി, ചീഞ്ഞത് പറഞ്ഞ് നമ്മളെ കൂടെ കൊണ്ടുവന്ന മക്കൾ പോലും അത് പഠിച്ചു പോകും. അതുകൊണ്ട് ഇതിനൊന്നും പോവാതെ ഇങ്ങനെയുള്ള കോഴ്സുകൾ കണ്ട് നിങ്ങളെ പോക്കറ്റിൽ കാശ് സമയം കളയാതെ അല്പസമയം ഉണ്ടേ കൃഷി നടും. നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തൂ, മനസ്സിലായോ? കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ കൃഷി ചെയ്യൂ.
ആ സമയം നിങ്ങൾ ആ 2 മണിക്കൂർ സമയമുണ്ടെങ്കിൽ ഒരു കറിയാപ്പല തയ്യോ ഒരു തെങ്ങും തയ്യോ വെക്കാനുള്ള പ്ലാൻ ചെയ്യും. നല്ല ചക്കകളുണ്ടല്ലോ പാവ് വീടിൻ്റെ മുറ്റത്തും അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ചക്ക പിടിച്ച 500 രൂപ 400 രൂപ 300 800 രൂപയൊക്കെ ചക്കയുടെ വില. തൊഴിലില്ലാത്തവനും ഒരു തൊഴിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ ജോലി ചെയ്യാതെ പോകും. എന്ത് ജോലിയായാലും കണ്ടെത്തിയ നല്ല ജോലി അതൊക്കെ നല്ല ജോലി, ആരും അടുമയല്ല. നല്ല ചക്കയ്ക്ക് തന്നെ നല്ല 9 വൺസസ് വിലയാണ്. അപ്പോൾ അതുകൊണ്ട് നിർത്തുകയാണ്. അങ്ങനെ പല സിനിമകൾ ഓടും. നമ്മളെപ്പോലുള്ളവരെ സിനിമ കണ്ട് കാശ് കളയാനും സമയം കളയാനില്ല. ഞാൻ പറഞ്ഞത് കളയുന്ന സമയം നിങ്ങൾ കൃഷിയിലേക്ക് ചെല്ലും. നല്ല ചക്കകൾ അല്ല, നമ്മളെ നാട്ടിൽ ആഹാരമില്ല, എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ തരുന്ന സന്ദേശം അതിനാ. സമയം കളയാതെ നിങ്ങളെ കാശുകൾ വെറുതെ ഉപയോഗിക്കാതെ നല്ല ചക്ക കൊച്ചു തൈകൾ മറ്റ് വീടിൻ്റെ മുറ്റവും മറ്റുള്ള വസ്തുക്കൾ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ പാട്ടത്തിനടുത്ത് ഒരേ കൃഷികൾ ചെയ്യാൻ നോക്കും. നമ്മളെ നാടിന് നമുക്കെല്ലാം നല്ല ആരോഗ്യം ഉണ്ടാകും. നമ്മളത് എല്ലാം കൊണ്ടും വിഷത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നല്ല സമയങ്ങളും നല്ല രീതി ആവശ്യം നിങ്ങൾക്ക് വേണ്ടി പ്രയോജനം ചെയ്യും. മറ്റുള്ളവൻ്റെ സിനിമ കണ്ട് രുചിച്ചങ്ങ് പോവും. മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും പോക്കറ്റിൽ അങ്ങ് ഇരിക്കും കാശ്. നമ്മളതിലൊന്നും കാണത്തില്ല. ആ സമയം നിങ്ങളെ വീട്ടിൽ കൃഷികൾ ചെയ്യും. കൃഷി എന്ന് പറഞ്ഞാൽ നല്ല കൃഷി. ഇപ്പോൾ ചക്കയാണ്, ചക്കയ്ക്ക് 1 റേറ്റ്സ് വിലയാണ്. തേങ്ങയ്ക്ക് 3 തേങ്ങ മേടിച്ചാലും കടയിൽ പോയാൽ 100 രൂപ. 8 തേങ്ങ കിട്ടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു നമ്മളെ കേരളത്തിൽ. 100 രൂപ കൊണ്ട് തൂക്കി കൊടുത്ത് 8 തേങ്ങ കിട്ടുമായിരുന്നു. അപ്പം 3 തേങ്ങ ഞാൻ ഇന്ന് പോയി 100 രൂപയ്ക്ക് മേടിച്ചു. അപ്പോൾ അത്രത്തോളം വില, 120 രൂപയാണ് തേങ്ങയുടെ വില. അപ്പം വില കയറിക്കൊണ്ടിരിക്കുന്ന നമ്മളെ കാലഘട്ടങ്ങളിൽ ഇനി നമ്മൾ വരുന്ന തലമുറയ്ക്ക് നല്ലൊരു സന്ദേശം കൊടുക്കും. നമ്മൾ വളർന്നു വരുന്ന കുട്ടിക്ക് അവർക്ക് ഭക്ഷിക്കുവാനും കഴിക്കുവാനും നല്ല ചക്കമരങ്ങളൊക്കെ വളർത്തിയിട്ടേ അവർ നല്ല ആഹാരം കഴിച്ചിട്ട് കോവിഡെന്ന മഹാമാരി വരുമ്പോൾ നമ്മളെ വീടുകളുടെ മുറ്റത്ത് ചക്ക ഉണ്ടെങ്കിൽ അവർക്ക് കോവിഡെന്ന മഹാമാരി ഇനിയും വരും. ഇതിനൊക്കെയുള്ള ദുരിതങ്ങൾ ആരും വരുത്തില്ല എന്ന് പറയണ്ടേ. ഒരിക്കലും മറക്കണ്ട. നിങ്ങൾ മറന്നു കാണും, പക്ഷേ അത് മറക്കരുത്. ഇത് നമ്മളെ ഓർമ്മയാണ്. കോവിഡെന്ന മഹാമാരി നമ്മുടെ ജീവിതത്തിലൊരു സന്ദേശമായി വന്നിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ സമയം കൊണ്ട് ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. നല്ല ചക്കകൾ വളർത്തിയിട്ട് കോവിഡെന്ന മഹാമാരിയെ പോലെ വരുമ്പോൾ നമുക്ക് കഴിക്കുവാൻ നമുക്ക് നല്ല നമ്മൾ ഹെൽത്ത് നമ്മളെ ബോഡിക്ക് തന്നെ ഹെൽത്ത് കിട്ടും. നല്ല ആഹാരം കഴിച്ചാൽ ഏത് വിഷങ്ങളെയും നമ്മളെ പ്രതിരോധ ശക്തിക്ക് നമുക്ക് നല്ല ചക്ക കപ്പയ്ക്ക ഒക്കെ വളർത്തി നിങ്ങളെ വീടുകളിൽ നിങ്ങളെ കുടുംബത്തെ നിങ്ങളെ സുരക്ഷയാക്കാൻ നോക്കും. ഒരു സിനിമ വരുമ്പോൾ സിനിമയ്ക്ക് വേണ്ടി ചർച്ച ചെയ്യാതെ പത്രങ്ങൾക്കും പത്രങ്ങൾ വിൽക്കണം. മരിച്ചു കിടക്കുന്നതും ആക്സിഡൻറ്റ് കിടക്കുന്നതൊക്കെ ചിത്രങ്ങൾ വിറ്റെങ്കിൽ മാത്രമേ അവർക്ക് ഈ പത്രങ്ങൾ കച്ചവടമാവും, അവരുടെ ചാനൽ ഓടത്തുള്ളൂ. അപ്പോൾ അവർക്ക് ഒരേ വിശേഷങ്ങളാണ്. അവർക്ക് നാട്ടുകാരെ നന്നാക്കണമെന്നോ ഈ സാധാരണക്കാരെ പോലുള്ളവർ കൃഷി ചെയ്ത് അവർ നല്ല ആഹാരം കഴിച്ച് ആരോഗ്യമാനായിട്ട് ഇരിക്കണം. ഇപ്പം 100 വയസ്സ് വരെ ഇരിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, അവരെല്ലാം പോയി. ഇപ്പോൾ എല്ലാവരും 40, 50, 60, 63 വയസ്സാകുമ്പോഴത്തേക്ക് കാറ്റ് പോവുക. അപ്പം നല്ല ആഹാരം കഴിക്കൂ, നല്ല സന്ദേശം കൊടുക്കൂ. വളർന്നു വരുന്ന കുട്ടികൾക്കും മറ്റുള്ളവർക്കും നമ്മളുടെ പാഠപുസ്തകം എന്താണ്? കൃഷികളിലേക്ക് നിങ്ങൾ കടന്നിറങ്ങൂ, നല്ല ആഹാരം കഴിക്കൂ. നിങ്ങളുടെ സമയം കോടീശ്വരന്മാരുടെ അവരുടെ പോക്കറ്റ് കനപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒരേ സിനിമകൾ കാണുമ്പം നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി അതിൻ്റെ പുറകെ പിന്നാലെ പോകാതെ എല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ നാട് പടച്ചെന്നെത്തും. അതുകൊണ്ട് സമയം പാഴാക്കാതെ വീണ്ടും എടുത്തു പറയുകയാണ്. അതുകൊണ്ട് കോവിഡെന്ന മഹാമാരി വരുമ്പോൾ ഇനിയും നമുക്ക് ഒരു വിഷം പിടിച്ചിരിക്കാം. അന്നൊക്കെ നമ്മളൊരു നാരങ്ങയാണ് നമ്മൾ തേടിയത്. നാരങ്ങയ്ക്ക് ഒരുപാട് ചിലവുണ്ടായിരുന്നു. ചക്ക മാങ്ങയൊക്കെ കഴിച്ചാണ് ഓരോരുത്തരും വീട്ടിൽ കഴിഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ തലമുറ ഉള്ളവർക്ക് കഴിക്കാൻ നിങ്ങളെ വീടിൻ്റെ മുറ്റത്ത് എല്ലാ വീടുകളിലും ഇൻ്റർലോക്ക് ഇട്ട് വരികയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത്രയും പറഞ്ഞത് സാധനങ്ങളുടെ വിലക്കയറ്റം എവിടെയാണ് നമ്മൾ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ആവേശമാണ്. ഒരു സിനിമ വന്നാൽ എല്ലാവർക്കും കൊട്ടി പറയാൻ ചെണ്ടയടിക്കാനും അതിൻ്റെ ഫ്രണ്ടിൽ പോകാനോ ഇവിടെ ഭക്ഷണം കഴിക്കുവാനോ നല്ല ഒരു കൃഷി ചെയ്യുവാനോ ഇതിനൊന്നും ഒരു വാർത്ത മാധ്യമങ്ങളോ ഒന്നും ശ്രദ്ധയില്ല. എന്തിനു പറയുന്നത്? കുട്ടികൾക്ക് ശില്പകല കൊടുക്കുന്നത് പോലെ ഒരു വാർത്ത കൊടുക്കുന്നില്ല അവർ. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ആർക്കെ വെഡ്ഡിംഗ് മാള് അവിടെ വന്ന് കുട്ടികൾക്ക് ആ സമയം അവർക്ക് സന്തോഷിക്കാൻ പറ്റും. ശില്പകലയിലേക്ക് അല്പസമയം ഒരു 2-3 മണിക്കൂർ കൂട്ടിക്കൊണ്ടുപോയി ഇല്ലേ. ഇപ്പോൾ നീണ്ട ഒരു 15 ദിവസം നമ്മൾ അങ്ങനെയുള്ള ചിത്രകലയിലേക്ക് കുട്ടികളെ നല്ലൊരു സന്ദേശം കൊടുത്തുണ്ട്. കുട്ടികൾ രാവിലെ തുറക്കുന്നതെല്ലാം കൊലപാതകങ്ങളും മരണങ്ങളും 2 കുഞ്ഞുങ്ങളെ കളഞ്ഞ് മേർത്തറിൻ്റെ കൂടെ പോകുന്നതും കുഞ്ഞുങ്ങൾ വഴി കിടക്കുന്നതും കുഞ്ഞിനെ വഴി കളഞ്ഞിട്ട് പോകുന്ന രംഗങ്ങൾ നമ്മൾ കേരളത്തിൽ എല്ലാം കണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ കണ്ടാണ് അവർക്ക് അവരുടെ മനസ്സ് മരവിക്കുകയും സ്വന്തം വീട്ടിലെ അമ്മമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ അവരിത് കണ്ടു പഠിക്കും. എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യൂ എന്നൊരു സന്ദേശം അവരുടെ മനസ്സിലുദിക്കും. അവിടെയാണ് അവർക്ക് പോറലുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പോറലൊക്കെയാണ് നമ്മൾ നീക്കം ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും പോയി വരാൻ നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവച്ചത്. സങ്കടത്തോടും വിഷമത്തോടുമാണ്. ഈ ചാനൽ കച്ചവടമാവാൻ വേണ്ടി മാത്രമല്ല,
ഇത് എല്ലാവർക്കും കൂടെ ഉള്ളൊരു സന്ദേശമാണ്. പോയി വരാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ കെ മീഡിയയുടെ വിഷു ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.